ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമുക്ക് ഒരുപാട് ഓമനത്വം തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് വരുന്നത് വേറെ ആരുമല്ല, അനുശ്രീയാണ് ഇന്ന്. ഓ, അനുശ്രീ ചേച്ചിയാണ് അവരമ്പന്നെ. എന്നാ ഒന്ന് കാണണമല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? നമുക്കറിയത്തില്ല, ചേച്ചി എന്നാ പറഞ്ഞോ. വാലന്റൈൻസ് ഡേ അല്ലേ? ചാലഞ്ചസ് ചെയ്യൂ, അതെന്ന് തോന്നുന്നു. അപ്പൊ ഐശ്വര്യമായിട്ട് വാലന്റൈൻസ് ഡേയിൽ ഞങ്ങൾക്ക് വല്ല സന്തോഷ വാർത്തയും പറയാമോ? ഈ ചേച്ചി ഒരു മാറ്റം ഇല്ലല്ലേ. വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ എന്തിനു പറയാനാ? ഞങ്ങൾക്ക് വല്ല സന്തോഷ വാർത്തയും പറയാമോ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ. അങ്ങനെ ഞങ്ങളെ ദുഃഖിപ്പിക്കല്ലായിരുന്നു പ്ലീസ്. ഞാൻ വലിയ പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരും പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷ വാർത്തയ്ക്കും വകയില്ല. ആ, ചോദിച്ചു വാങ്ങിച്ചല്ലോ. സന്തോഷ വാർത്തയും പറയാമോ? ചേച്ചി, അവർക്ക് പറയാൻ താല്പര്യമില്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ ചോദിക്കുന്നേ? കിട്ടിയാലും പഠിക്കത്തില്ലേ? ഒരു വകയില്ല, സൈഡിലും ഇല്ല, ഇല്ലില്ല, മുന്നിലും ഇല്ല, എവിടെയില്ല, റോഡിന് ചോദിക്കുന്നില്ല, ഇല്ലില്ല. ഒരു സൈഡിലും ഇല്ല. ഞങ്ങളിപ്പോ ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കണ്ടേ? അടുത്ത വാലന്റൈൻസ് ഡേക്ക് മുൻപേ ആയിട്ടെങ്കിലും. ചേച്ചിക്ക് ഇപ്പൊ ഇത് അറിയണം കേട്ടോ. അറിയാതെ ഉറക്കം വരത്തില്ലെന്നാ തോന്നുന്നത്. അവർക്ക് പറയാൻ താല്പര്യമില്ല, എന്നാലും കുത്തി ചോദിക്കുന്നതാണ് ചേച്ചിയുടെ ഒരു രീതിയെ. എന്താ അല്ലേ? ഇല്ലില്ല, പ്രതീക്ഷയെല്ലാം കളഞ്ഞു. പ്രതീക്ഷയൊക്കെ കളഞ്ഞു. എനിക്ക് അതെന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ കളഞ്ഞേ. ഓ ചേടാ, അനുചേച്ചിയുടെ പ്രതീക്ഷ എല്ലാം കളഞ്ഞല്ലേ. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അനുചേച്ചിക്ക്. എല്ലാം ഒറ്റ പറച്ചില കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞില്ലേ. പ്രതീക്ഷ എല്ലാം പോയി. എന്തോ താല്പര്യമില്ല അതിപ്പോ. എന്തോ ഞങ്ങൾ പ്രായമൊക്കെ ആയില്ല, അമ്മൂമ്മയൊക്കെ ആയി. അമ്മൂമ്മയെന്നും പറഞ്ഞ് എന്നെ കളിയാക്കിയതാണോ ഇനി? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആര്? എന്റെ ദൈവമേ, നിങ്ങളൊക്കെ ആയിക്കോ, ഞാനില്ലട്ടോ ആ കൂട്ടത്തിലൊന്നും. ഓ, ആനച്ചേച്ചിക്ക് വയസ്സായില്ലെന്നാണ് കേട്ടോ നമ്മുടെ ആനച്ചേച്ചി പറയുന്നത്. ആക്ച്വലി എപ്പോഴും പറയുന്നല്ലോ, ഒരു പെൺകുട്ടികളെ ഇപ്പൊ പറയില്ലേ, പെൺകുട്ടികളെ കെട്ടിച്ചുവിട്ട് അത് പഠിക്കണം ഇത് പഠിക്കണം ഇത് പഠിക്കാതെ ഞാൻ എന്റെ അഭിപ്രായത്തില് പെൺകുട്ടികൾ ബേസിക്കലി ഒന്നും പഠിക്കരുത്. നമ്മുടെ ആനച്ചേച്ചിയുടെ അഭിപ്രായത്തില് പെൺകുട്ടികൾ ഒന്നും പഠിക്കാൻ പാടില്ല. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ല പണ്ടാണ്. കാര്യം എന്താണെന്നറിയോ, നമ്മൾ പഠിക്കുന്നതല്ല കെട്ടി വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അവിടെ എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റ് പിടിക്കുകയല്ലായിരിക്കും. അത് പഠിക്കുന്നതല്ലേ എളുപ്പം. എന്റെ പൊന്നെ, അടിപൊളി ബുദ്ധിയാണല്ലേ. കൊള്ളാം കേട്ടോ. എന്റെ 3 പിള്ളേരെ അങ്ങനെ പഠിപ്പിച്ചു. തന്റെ 3 പിള്ളേരെയും ചേച്ചി അങ്ങനെയാ പഠിപ്പിച്ചേക്കെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആനച്ചേച്ചിയുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.